ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ടൈലറിംഗ് എത്രയാണ്? 13 റേഞ്ചാണ്. ഇപ്പോഴും നമ്മൾ മാർക്കുന്ന പോലെ തന്നെ. പിന്നെ വേണ്ടത് ബ്ലൗസിന്റെ ഇറക്കമാണ്. ബ്ലൗസിന്റെ ഇറക്കം എത്രയാണ്? 13 റേഞ്ചാണ് ബ്ലൗസിന്റെ ഇറക്കം വരുന്നത്. അതിനെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 13 റേഞ്ച് മാർക്ക് ചെയ്യുക. ഉണ്ടോ? മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ തയ്യൽ തുമ്പ്, ഷോൾഡറിന്റെ പോർഷനിലെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇത്ര മനസ്സിലായില്ല? ഏതും ബ്ലൗസ് വന്നാലും നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെയും തയ്യൽ തുമ്പുണ്ട്. നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം വരേണ്ടത് 13.5 തയ്ച്ച് കഴിയുമ്പോൾ അതിന് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 13 ഇഞ്ചിന് നമുക്കിവിടെ ഉണ്ട്. ഇനി വേണ്ട എന്താണ്? ഷോൾഡർ. ഷോൾഡർ എത്രയായിരുന്നു? ഷോൾഡർ 12.5 ആയിരുന്നു അല്ലേ? അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ 12 എടുത്തത്. അതിനും ഷോൾഡർ 12.5 പകുതി 6.25. അല്ല, ഷോൾഡർ നമുക്ക് 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഴുത്തിന്റെ വൈഡ്. കഴുത്തിന്റെ വൈഡ് എത്രയായിരുന്നു? 6.5 ഇഞ്ചായിരുന്നു. ഒരു 6.5യുടെ പകുതി എത്ര? 3.25 3.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുമോ? ഇല്ല. 1/4 ഇഞ്ച് ഒരു പോയിന്റും കുറച്ചേ മാർക്ക് ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം തയ്യൽ തുമ്പും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും. അതിന് നമ്മളിപ്പോൾ ഇവിടെ 6.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 3.25 എടുത്തു കഴിഞ്ഞാൽ 6.5യും തയ്യൽ തുമ്പും കൂടെ വരുമ്പോഴത്തേന് അടിച്ചു മറിക്കാനും കൊണ്ട് വേണമല്ലോ. അന്നേരത്തേന് 7 ഇഞ്ചിൽ പുറത്ത് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കറക്റ്റ് നമുക്ക് 6.5 കിട്ടിയാൽ മതി. അന്നേരം 6.5യുടെ പകുതി 3.25. അതിൽ നിന്ന് 1/4 ഇഞ്ച് ഒരു പോയിന്റ് കുറയ്ക്കുമ്പോൾ 2.5 ഒരു പോയിന്റ്, 2.25 ഒരു പോയിന്റ് അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 2.25 ഒരു പോയിന്റ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി കഴുത്തിൻ്റെ ഇറക്കം. കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് എത്രയായിരുന്നു? 7 ഇഞ്ചായിരുന്നു. അതിന് മുകളിലെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 7 ഇഞ്ചല്ല, അതിൽ നിന്ന് 1/4 ഇഞ്ചോ അല്ലെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് കുറച്ച് 6.5 ഒരു പോയിന്റ് അല്ലെ 6.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് തയ്ക്കുമ്പം കുറയും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് 7 ഇഞ്ച് കിട്ടിയാൽ മതി. ഇതിപ്പം 7 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ തയ്ച്ച് കഴിയുമ്പോഴത്തേന് 7.25 ഒരു പോയിന്റും വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് കുറച്ചെടുക്കുന്നത്. അതിനൊരു തയ്യൽ തുമ്പ് വരണം. കാരണം ഈ മാർഗയിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു. എപ്പോഴും ഞാൻ പറയില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവ് തന്നെ ഉപയോഗിച്ചിട്ട് ഷേപ്പ് നല്ലവർക്ക് ഒതുങ്ങി വേണമെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് തിരിച്ചു കൊടുക്കണം. നമുക്ക് ഇച്ചിരി കൂടെ ഷേപ്പ് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി ഇറക്കമാണ്. കൈക്കുഴി ഇറക്കം നമ്മൾ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 6 ഇഞ്ച് നമ്മൾക്ക് ഇറക്കി നോക്കാം. കാരണം ഇത് നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശാലം താഴോട്ടിറക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് കയറ്റണം. അതൊക്കെ നമുക്ക് ആം ഹോളിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വരുന്നുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ ഞാനൊരു ഉദ്ദേശമാണ് 6 ഇഞ്ച് ഇറക്കിയത്. അല്ലാതെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അളവ് തന്നെ ആം ഹോൾ ഒരിക്കലും എടുക്കരുത്. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഈ വണ്ണമുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഷോൾഡറുള്ള എല്ലാവർക്കും ഈ ഇറക്കമായിരിക്കത്തില്ല ആം ഹോളിന് വരുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിന് കൈക്കുഴി ഇറക്കുന്നതിന് കണക്കുണ്ട്. അതിൻ്റെ അനുസരിച്ച് ചെയ്യാവുള്ളൂ. അതൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിലും വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 ഇഞ്ചാണ് ഇറക്കിയത്. നമുക്ക് ഈ 6 ഇഞ്ചിനകത്ത് ഇത് കിട്ടുമെന്ന് നോക്കണം. ഇനി നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വേണ്ടത് 39.5 39 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ലൈനിങ് ബ്ലൗസ് ചെയ്തപ്പോൾ നമ്മൾ ചെസ്റ്റ് കൊണ്ട് എത്രയാണ് അതിനോട് അരേഞ്ച് കൂട്ടണം എന്നൊക്കെ പറഞ്ഞത്. അത് നോർമൽ ബ്ലൗസിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ലൈനിങ് ബ്ലൗസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അരേഞ്ച് കൂട്ടണം, 1 ഇഞ്ച് കൂട്ടണം എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ നമ്മൾ മെഷർമെന്റ്സ് എടുത്ത സമയത്ത് 1 ഇഞ്ചും അരേഞ്ചൊക്കെ കൂട്ടിയായിരുന്നു. അതെന്തിനായിരുന്നു? ആ ബ്ലൗസ് ടൈറ്റ് ആണ്, അതുകൊണ്ട് ശകലം കൂടെ ലൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ആ സെയിം മെഷർമെന്റ് വെച്ച് നമ്മൾ ചെയ്തേനെ. അത് ലൈനിങ് ബ്ലൗസിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് ലൈനിങ് ബ്ലൗസ് ചെയ്യുമ്പോൾ ആ സെയിം തന്നെ, നമ്മൾ കൂട്ടുകയോ കുറയ്ക്കോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ വേണ്ട. അതിന് ലൂസ് അവർക്ക് ടൈറ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം ലൂസ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ സെയിം തന്നെ മെഷർമെന്റ് ആണ് വരുന്നത്. ഓക്കെ. അല്ലാതെ നമ്മൾ ലൈനിങ് ബ്ലൗസ് ചെയ്യുമ്പം നേരത്തെ നമ്മൾ നോർമൽ ബ്ലൗസിൽ കണ്ട പോലെ 1/4 ഇഞ്ച് വൺ സൈഡ് കൂട്ടണം, ചെസ്റ്റിന്റെ പോർഷനിൽ ആം ഹോളിന്റെ പോർഷനിൽ അരേഞ്ച് കൂട്ടണം, അങ്ങനെയൊന്നും ഇല്ല. കാരണം ലൈനിങ് ബ്ലൗസ് ആണ് അളവ്, തയ്ക്കുന്നത് ലൈനിങ് ബ്ലൗസ് ആണ്. അത് നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 39.5 39 വന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് 1 ഇഞ്ച് ടക്കിനോട് ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ 38 വരുള്ളൂ. ഫ്രണ്ടിൽ ടക്കിനോട് ആഡ് ചെയ്തപ്പോഴാണ് 39 കിട്ടിയത്. 39.5യുടെ 4/1. 39.5യുടെ 4/1 എത്രയാണ് വരുന്നത്? 9.25 ഒരു പോയിന്റ്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഞാൻ 1.25 ഇഞ്ചാണ് എടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേസ്റ്റിന് വേണം. വേസ്റ്റിന് വേണം നമുക്ക് എത്രയാണ് വന്നത്? 34 വന്നത്. 34ന്റെ 4 എത്രയാണ്? 8.5. അത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ച് നമുക്കിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. ആം ഹോളിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എത്രയാണോ കൈക്കുഴി ഇറങ്ങുന്നത് അതിന്റെ പകുതി സെൻട്രൽ പോർഷനിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് വെക്കുക. ആം ഹോൾ കർവ് എങ്ങനെയാണ് വെക്കുന്നത്? മുകൾ ഭാഗം ഒരു 1/2 ഇഞ്ച് ചരിവ് കൊടുക്കണം. ഈ എൻഡ് ഭാഗം ഇവിടെ മുട്ടണം, ഇത് ഈ ലൈനെ മുട്ടണം. ഇത് ഇങ്ങനെ അറ്റത്ത് മുട്ടുമല്ല ചെയ്യേണ്ടേ. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ചരിവ്, പിന്നെ ഈ ഒരു പോയിന്റ് മുട്ടുക, ഈ മാർക്കിങ്ങനെ വന്ന് നിൽക്കുക. കണ്ടോ?
ഇനി നമുക്കിത് അളന്ന് നോക്കാം. നമുക്ക് വേണ്ട എത്രയായിരുന്നു? 8.25 വേണ്ടേ. കൂടിപ്പോയോ നമുക്ക് നോക്കാം. കണ്ടോ, 8.25 വന്നു. അന്നേരം ആം ഹോൾ കൂടിപ്പോയി. അതിന് നമുക്ക് 6 ഇഞ്ച് താത്തിറക്കണ്ട. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ റേഞ്ച് കൂടെ കുറയ്ക്കണം. ഇവിടെ എത്രയാണോ കൂടി അത്രയും നമ്മൾ കുറയ്ക്കുക വേണ്ടേ. ആ റേഞ്ച് കൂടെ കുറയ്ക്കുമ്പോൾ കൈക്കൂലി ശകലം മുകളിലോട്ട് വരും. 5.5 ഇഞ്ച് വരും. 5.5 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. 6 ഇഞ്ച് നമുക്കിവിടെ വേണ്ട. കണ്ടോ, അതുകൊണ്ടോ ഇതിൻ്റെ ഷോൾഡർ വന്നത് 6.25 ആ 6.25 തന്നെ എടുത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിവിടെ 9 ഇഞ്ച് ആം ഹോൾ വന്നേനെ. മനസ്സിലായോ? നമുക്ക് 9 വരുമ്പോൾ മൊത്തത്തിൽ 18 ഇഞ്ച് ആം ഹോൾ വന്നേനെ. നമുക്കിവിടെ 16.5 മതി. അല്ല, എല്ലാ വണ്ണത്തിൻ്റെ അനുസരിച്ച് ആം ഹോൾ ഒരളവ് വരത്തില്ല. ബോഡിയെ തന്നെ മെഷർമെൻറ്റ് എടുക്കും. അത് ഞാൻ ബോഡി മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് ഇനി നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ മാർഗ് ഈ ലൈനെ മാർഗ് ചെയ്യല്ല. അത് നമ്മളിതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് 5.5 5.5 2.25. അത് നമ്മൾ ഇതേ മാർഗ്ഗയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, കളർ ചോക്ക് മാറ്റാം. അല്ലെങ്കിൽ 2 ലൈനൂടെ ചിലപ്പം പ്രശ്നം വരും. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് എപ്പോഴും ഈ ചരിവ് വേണം കേട്ടോ ഈ ആം ഹോൾ കർവിന്. കണ്ടോ, ഈ ബ്ലൂ ലൈനാണ് വരുന്നത് കേട്ടോ. താഴത്തെ അല്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരച്ച്. ഇപ്പോൾ മനസ്സിലായോ? ഇതിപ്പോൾ കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ താഴോട്ട് ഇറക്കി മാർഗ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ട ആം ഹോൾ അത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ടേ നമ്മൾ ബാക്കി ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഈ സൈഡിൽ ലൈൻ വരയ്ക്കാം. ഇവിടെ നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. കണ്ടോ, 8.25 ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടി. മറ്റേത് 8.25 പോയായിരുന്നു. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ കാര്യം മനസ്സിലായല്ലോ? നമ്മളിപ്പം അളവ് ഗ്ലോസിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അളവ് ഗ്ലോസിനകത്ത് ആം ഹോൾ എത്ര ഉണ്ടെന്ന് നോക്കണം. അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്കിവിടെ കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ചിലപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് തെറ്റായി പോകാം. കാരണം ഈ വണ്ണത്തിൻ്റെയൊക്കെ അനുസരിച്ച്. പക്ഷേ കുറച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര ഇഞ്ച് ഷോൾഡർ, ഇത്ര ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് എത്ര കൈക്കുഴി ഇറക്കണമെന്ന് നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പിടി കിട്ടും. അതിന് നമ്മളിപ്പോൾ 6 ഇഞ്ചിൻ്റെ ആവശ്യമില്ലായിരുന്നു. 5 ഇഞ്ച് ഇറക്കിയാൽ മതി. കാരണം ഇവിടെ ആം ഹോൾ ബോഡിയുടെ അനുസരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ 16 ഇഞ്ചേ വരുന്നുള്ളൂ. മനസ്സിലായോ? 17 ഇഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 6 ഇഞ്ച് തന്നെ ഇറക്കിയാലേ കിട്ടുള്ളായിരുന്നു. ഓക്കെ, അങ്ങനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മാർഗിങ്ങെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പോർഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച്